C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എടാ മോനെ കണ്ണാ, ഈ ഡ്രസ് ഇട്ടുണ്ടാണോ നീ മൂകാംബിയിലേക്ക് പോകുന്നത്? പിന്നല്ലാതെ ഇത്രയും ദൂരം യാത്ര ചെയ്യാനുള്ളതല്ലേ. നല്ല വേഷം വേണ്ടേ ധരിക്കാൻ? നല്ല വേഷം വേണം. ഇത് മാത്രമാണോ നല്ല വേഷം? ഒരു ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റിയ വേഷമാണോ ഇത്? എടാ മോനെ, ഈ വേഷത്തിലല്ല മൂകാംബിയിലേക്ക് പോകേണ്ടത്. പിന്നെ നിനക്കുള്ള വേഷം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, പിടി. ഇതാണ് അമ്പലത്തിൽ പോകുമ്പോ ധരിക്കേണ്ട വേഷം. നോക്കടാ കണ്ണാ. ഈ വേഷം ഇട്ടുണ്ടോ? ഒരുപാട് യാത്രയില്ലാമേ. അതിനെന്താ, ഇത് സാക്ഷാൽ മൂകാംബിക ദേവിയുടെ അനുഗ്രഹം തീരുള്ള യാത്രയാ. അതിന് ഈ ഡ്രസ്സാ നല്ലത്. നീ ഇതിനിട്ട് പെട്ടെന്ന് റെഡി ആയിട്ട് വാ. ഓക്കേ? തൽക്കാലം ക്ഷേത്രത്തിൽ സംഭവിച്ചതൊന്നും ഡിക്കയോട് പറയണ്ടെന്ന് ഞാൻ ജ്യോതിയോട് പറഞ്ഞിട്ടുണ്ട്. ആരാ മായച്ചി അയാള്? എനിക്കറിയില്ല. എന്റെ ഓർമ്മയില് എനിക്കങ്ങനെ ശത്രുക്കളില്ല. പിന്നെ ഇതാരാ? അവരെന്തായാലും മായച്ചിയെ തന്നെ ലക്ഷ്യം വെച്ച് വന്നതാ. ഇനിയിപ്പോ ആ തിരുമേനി പറഞ്ഞതുപോലെ പണ്ടത്തെ കാമുകന്മാരിൽ ആരെങ്കിലും ആണോ? അല്ല, പണ്ട് മായച്ചി കട്ട തേപ്പുകാരിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തേപ്പ് കെട്ടിയ ആരെങ്കിലും ആണോ? പോടി അവിടുന്ന്, അഹങ്കാരം പറയാതെ. മായച്ചി ഒന്ന് ഓർത്തു നോക്ക്. എടി, എന്റെ ഓർമ്മയിൽ അങ്ങനെ ആരുമില്ല. അപ്പൊ ഒരു പ്രേമത്തിന്റെ ബാക്ക് സ്റ്റോറിക്ക് സ്കോപ്പ് ഇല്ലല്ലേ? ഇല്ല, എനിക്ക് ഉറപ്പാ, അങ്ങനെ ആരുമില്ല. ഇനിയിപ്പോ വല്ല കൊട്ടേഷനും ആയിരിക്കും മായച്ചി. എന്തിന്? എനിക്കതിന് ആരാ ശത്രുക്കള്? ചിലപ്പോ നമ്മുടെ ശത്രു നമ്മൾ വിചാരിക്കുന്ന പോലെ ആവണമെന്നില്ല. ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്. മറന്നു പോയൊരു ശത്രു എവിടെയെങ്കിലും ഉണ്ടോന്ന്? ഇല്ല, അങ്ങനെ ആരുമില്ല. പിന്നെ ആരാ ഇത്? ഇനി ആള് തെറ്റി വന്നതാണോ? അല്ല, അയാളുടെ ലക്ഷ്യം ഞാൻ തന്നെയായിരുന്നു, അതെനിക്ക് ഉറപ്പാ. എന്തായാലും ഞാനിതിന്റെ പിന്നാലെ ഒന്നും തിരഞ്ഞിറങ്ങാൻ പോവാ. എനിക്കറിയണം എനിക്ക് പിന്നിൽ ആരാണെന്ന്. ഒരു യാത്ര തീരുമാനിച്ചിട്ടുണ്ടല്ലേ? അതെ. അത് സ്വാമി എങ്ങനെ അറിഞ്ഞു? ദേവി കാണിച്ചു തന്നു. പവിത്രമായ സ്ഥലമാണത്. ലോകത്തിലേറ്റവും പരിപാവനമായ പുണ്യസ്ഥലം. പ്രകൃതിയും നീചസങ്കല്പങ്ങളുമെല്ലാം മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലം. അവിടെ നിന്നാൽ ഈശ്വരനെ തൊട്ടറിയാം. പക്ഷേ കുട്ടിയൊന്ന് സൂക്ഷിക്കണം. എന്താ സ്വാമി? കുട്ടിയുടെ കാര്യത്തിലല്ല, കൂടെയുള്ള ആളിന്റെ കാര്യത്തില. സ്വാമി ആരുടെ കാര്യം ഉദ്ദേശിച്ചത്? ഭർത്താവല്ലേ കൂടെ വരുന്നത്? ഭർത്താവ് മാത്രല്ല, അമ്മയും കൂടെ പോകുന്നുണ്ട്. താരച്ചി, ഒന്ന് മിണ്ടാതിരുന്നേ. എന്താ സ്വാമി, വിശദമായിട്ട് പറയൂ. കയ്പും മധുരവും ഒരേ പാത്രത്തിലാണല്ലോ കുട്ടിയെ. സ്വാമി ആരെയാ കയ്പെന്ന് ഉദ്ദേശിച്ചത്? ഞങ്ങളെയാണോ? കുട്ടി, സത്യം ആരെയും തേടിപ്പോകാറില്ല, അത് സ്വയം വെളിപ്പെടാറേ ഉള്ളൂ. ക്ഷമിക്കണം സ്വാമി, ഇവരുടെ അവിവേകത്തിന് ഞാൻ മാപ്പ് ചോദിക്കുക. സ്വാമി പറയൂ, എന്റെ ഭർത്താവിന് എന്താ പ്രശ്നം? അയാളുടെ ഉദ്ദേശം
കുറച്ച് നിഗൂഢമാണ് കുട്ടി. ചിലപ്പോ അയാൾ നിങ്ങളോടൊപ്പം തിരികെ വരണമെന്നുമില്ല. അയാളുടെ ആഗ്രഹം മറ്റൊന്നാണ്. അതെന്താണെന്ന് വഴിയെ കുട്ടിക്ക് മനസ്സിലാവും. ആ സമയത്ത് പരിഭ്രമിക്കാതെ സമചിത്തതയോടെ അതിനെ നേരിടണം. സ്വാമിക്ക് ഇതൊക്കെ എങ്ങനെ മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നു? നേരത്തെ പറഞ്ഞതുപോലെ ദൈവം വന്ന് മുൻകൂട്ടി പറഞ്ഞു തരുമോ, അതോ സിനിമയിലെ പോലെ വിഷ്വല് കാണിച്ചു തരുമോ? പരിഹസിച്ചോളൂ കുട്ടി. ഏയ്, ഞാൻ പരിഹസിച്ചതല്ല. സ്വാമി, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ? ചോദിക്കൂ കുട്ടി. അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞുതരാം. എന്നെ കുറിച്ച് എന്താ സ്വാമിക്ക് തോന്നുന്നത്, ഒന്ന് പറയാവോ? ഓ, അതിനെന്താ പറയാലോ. സൂത്രശാലിയും ബുദ്ധിമതിയുമാണ്. നാളുകൾ തൊട്ടേ പിന്തുടരുന്നൊരു ഭയം രഹസ്യമെന്നോണം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ്. കോപം കുട്ടിക്കൊരു മറയാണ്. ഒരു ശത്രു പിന്നാലെ തന്നെ ഉണ്ട്, സൂക്ഷിക്കണം. സ്വാമിക്ക് തെറ്റി. എനിക്കാരും ശത്രുക്കളില്ല. നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാവണമെന്നില്ല. പക്ഷേ മറ്റുള്ളവർക്ക് നിങ്ങളൊരു ശത്രുവാണെന്ന് തോന്നിയാലോ? പോയില്ല. സ്വാമിക്ക് ഇന്നത്തെ കാര്യം മുഴുവൻ തെറ്റി. തെറ്റിയെങ്കിൽ അത് ദേവി തന്നെ തിരുത്തട്ടെ. അപ്പോ കാണാം. അല്ലേ? വാങ്ങിച്ചു വെറുതെ സ്വാമിയെ കളിയാക്കിയത് എന്തിനാ? ഒന്നുമില്ലെങ്കിൽ അദ്ദേഹം ഒരു സ്വാമിയല്ലേ? പിന്നെ ഒരു സ്വാമി. ഇവരെ പോലുള്ളവരൊന്നും സ്വാമിയൊന്നുമല്ല, പലരും കള്ളന്മാരാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.